ഞാൻ ആലോചിക്കും ആ വ്യക്തിയുടെ ഉള്ളിൽ ആത്മാവ് എത്രമാത്രം വീർപ്പുമുട്ടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ പാപത്തിൽ വീഴിക്കാൻ, നമ്മുടെ വിശുദ്ധ ജീവിതം തകർക്കാൻ, നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളെ തകർക്കാൻ, കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ, സമാധാനം കളയാൻ, സ്വസ്ഥത കളയാൻ, മനസ്സിന്റെ ആനന്ദവും സമാധാനവും ഒക്കെ തല്ലിക്കെടുത്താൻ തക്ക വിധത്തില് പിശാച് അലറുന്ന സിംഹത്തെ പോലെ നമ്മൾ ഈ ലോകത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമുക്ക് ചുറ്റും അവന്റേതായ ഒരു വലയം, വഞ്ചനയുടെ ഒരു വലയം തീർക്കുന്നുണ്ട്. ഇവിടെയാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, നിങ്ങൾ വ്യാജമായതിനെ, അതായത് വ്യാജം, അസത്യം, പിശാചാണ്, അതിനെല്ലാം നിങ്ങൾ കീഴ്പ്പെടുത്തി. എങ്ങനെ? നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ. ഈ ലോകത്തിൽ നമുക്ക് വസിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ യേശുവിന്റെ സ്വന്തമായിട്ട് ജീവിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ ഈ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കണമെങ്കിൽ യേശുവിന്റെ സ്വന്തമാണ്. അല്ലെങ്കിൽ എങ്ങനെയെന്നറിയോ, ലോകം നിരന്തരം നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും, അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് എനിക്ക് വല്ലാത്തൊരു ഭാരം, പ്രത്യേകിച്ച് നമ്മൾ ഓരോ ധ്യാനം കഴിയുമ്പോൾ വല്ലാത്ത ഭാരം തോന്നുന്ന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് കുടുംബ ബന്ധങ്ങളുടെ തകർച്ച. ഇത്രമാത്രം ദാമ്പത്യ ബന്ധങ്ങളെയാണ് പിശാച് വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലരുടെയും കുടുംബങ്ങൾ എടുത്തു നോക്കിയോ, നമ്മൾ അറിയുന്ന ഏറ്റവും അടുത്ത കുടുംബങ്ങളിൽ പോലും ഏതെങ്കിലും ഒരു കേസ് ഡൈവോഴ്സിന്റെ വക്കിലെത്തിയതോ, ഡൈവോഴ്സ് കഴിഞ്ഞതോ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭിന്നിച്ച് കഴിയുന്ന കുടുംബങ്ങളുണ്ടാകും. അത്രമാത്രം പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇത് മനസ്സിലാക്കാനുള്ള ദൈവിക ജ്ഞാനമില്ലാത്തത് കൊണ്ടും ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിന്റെ ചൈതന്യം തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെയും പിശാചിന്റെ പ്രേരണയും അവന്റെ സ്വാധീനത്തിനും വീണുപോവുക, അസംബന്ധരാകുക. കാരണം ക്രിസ്തുവിലല്ലാത്തവന് ലോകത്തിന്റെ സ്വാധീനം ശക്തമായിട്ട് അടിക്കും. രണ്ടാമത്തത് യുവജനങ്ങൾ, നമ്മുടെ യൗവനങ്ങളെ പിശാച് ശരിക്കും കാർന്നുകൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഒന്ന് അവിശുദ്ധ റിലേഷൻഷിപ്പുകൾ, പാപകരമായ പ്രണയബന്ധങ്ങൾ, പാപകരമായ പ്രണയബന്ധങ്ങൾ, വിശുദ്ധ പ്രണയബന്ധങ്ങളല്ല, പാപകരമായ പ്രണയബന്ധങ്ങൾ. രണ്ട് വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിന്റെ മേഖലകൾ, ബ്ലൂ ഫിലിം, സ്വയംഭോഗം, സ്വവർഗരതി എന്നുള്ള പാപത്തിലേക്ക് നമ്മുടെ യൗവനങ്ങളെ പിശാച് തിന്നുകൊണ്ടിരിക്കുക. കുറെ എണ്ണങ്ങളുടെ ജീവിതം തീർന്നു ഈ മേഖലയിൽ. യൗവനങ്ങള്, ദുശീലങ്ങള്, ഇപ്പൊ കള്ളുകൂടിയൊക്കെ തീർന്നു. അച്ഛൻ പറഞ്ഞ ഇപ്പൊ മദ്യപാനമൊന്നുമില്ല അച്ഛന്ന് പറഞ്ഞ. 30 വയസ്സിന് താഴെയുള്ള, അതിന് മുമ്പിലുള്ള ചേട്ടന്മാരൊക്കെയാണ് ഇപ്പോഴും കള്ള കുടിക്കുന്നത്. 30 വയസ്സിന് താഴെയുള്ള എല്ലാം കഞ്ചാവായി. കാരണം ഒന്ന് അത് ലാഭമാന്ന് പറയുന്നത്. ഒന്ന് കുറച്ച് കാശ് കൊണ്ട് കുറെ സമയം കിക്ക് നിൽക്കുന്ന പറയുന്നത്. കഴിഞ്ഞതിന് മുമ്പത്തെ ധ്യാനത്തുണ്ടായിരുന്ന ഒരു പയ്യൻ പറഞ്ഞു, അവൻ എന്തോ MD അങ്ങനെ ഏതാണ്ട് ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞു. എനിക്ക് കൃത്യമായിട്ട് അതെല്ലാം അറിയത്തില്ല, എന്റെ പേര് പറയാം. അവൻ പറഞ്ഞു, അച്ഛാ ഇതടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയിലത്തേക്ക് ഉറങ്ങിയാലെന്ന് പറഞ്ഞു. പോരെ, ഒരാഴ്ച എന്റെ കിക്ക് നിൽക്കില്ലേ? നമ്മൾ ഇത്രയും വലിയ സാധനമൊക്കെ ഉണ്ട്. ഒരാഴ്ചയിലത്തേക്ക് ഞാൻ ചോദിച്ചു, നീ ഒരാഴ്ച ഉറങ്ങാതിരുന്ന ഭ്രാന്ത് പിടിക്കുകയല്ലേ? ഒരാഴ്ച കഴിയുമ്പോ വീണ്ടും അടുത്ത് അടിക്കണം. ഞാൻ ചോദിച്ചു, ഒരാഴ്ച ഉറങ്ങാതിരുന്ന് നീ എന്നാ കാണിക്കുന്നേ? അപ്പൊ പറഞ്ഞു, ഞങ്ങള് കടലോരത്ത് അവിടെ പോയി കിടക്കും, കുറെ നേരം മൊബൈലിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും, കുറെ വീഡിയോസ് എല്ലാം കാണും, അതേ വാണത്തിലെ മലന്ന് കണ്ണും തുറന്ന് ഇങ്ങനെ കിടക്കും. കണ്ണടയ്ക്കാൻ പറ്റിയല്ല. കണ്ണടയുന്നങ്ങനെ കണ്ണടയാലെന്ന് പറയുന്നത്. ഈ സാധനം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ണടയാലെന്ന് പറയുന്നത്. അത് ചത്താലും അറിയാം. പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും അടിക്കുന്നു. അതിനകത്ത് വലിയ പുതുമയൊന്നുമില്ല. അവൻ പറയുന്നതിൽ വലിയ പുതുമയൊന്നുമില്ല. 16 വയസ്സ്, 15 വയസ്സ്, 14 വയസ്സ് പ്രായമുള്ള പിള്ളേരാണ് ഇതിന്റെ ഏജൻസി. അപ്പൊ അവർക്ക് കുറച്ച് കിട്ടുകയും ചെയ്യും, കുറച്ച് കാശും കിട്ടും. പിശാച് ശരിക്കും അതിശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ, ഈ മേഖലയിൽ നമ്മുടെ യുവജനങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പാപത്തിലേക്ക് പിശാച് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്ന പോലെ ഇട്ടേക്കുക. ആത്മാവിന്റെ സ്വരം കേൾക്കാൻ പറ്റാത്ത രീതിയില് പൈശാചിക സ്വരം ഇങ്ങനെ നിരന്തരം ബന്ധിച്ചിട്ടിട്ട് ആത്മാവിന്റെ സ്വരം പോയിട്ട് ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആലോചിക്കും, ആ വ്യക്തിയുടെ ഉള്ളിൽ ആത്മാവ് എത്രമാത്രം വീർപ്പുമുട്ടുന്നുണ്ട്. പരിശുദ്ധാത്മാവ്